വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു മഫിനാണ്. ബനാന വെച്ചിട്ട്, പഴം വെച്ചിട്ട് നമ്മൾ ബനാന ബ്രെഡൊക്കെ ഉണ്ടാകത്തില്ലേ, ഇതിപ്പോൾ ബനാന മഫിനാണ്. ഇനി ഈ പഴം കണ്ടോ, ഇനി ഇത് പഴുക്കാൻ ഒട്ടില്ല, അത്രയ്ക്ക് ഇത് പഴുത്തട്ടു. ഇങ്ങനെ നന്നായിട്ട് പഴുത്ത പഴമാണ് ഉപയോഗിക്കേണ്ടത്. ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പഴുത്ത് ഇരിക്കുക. അപ്പോൾ ഇത് കളയാതെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബനാന മഫിൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓൾ പർപ്പസ് ഫ്ലവറിലെ മൈദ വേണം, ഷുഗർ ഉണ്ട്, മുട്ട 2 ഉണ്ട്, ഇത് റൂം ടെമ്പറേച്ചറിലാണ്, വെനില എസൻസ് ഉണ്ട്, സോൾട്ട് ഉണ്ട്, ബേക്കിംഗ് സോഡ ഉണ്ട്, ബേക്കിംഗ് പൗഡർ ഉണ്ട്, ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടർ ഉപയോഗിക്കാം, സെയിം ക്വാണ്ടിറ്റി. പിന്നെ പഴുത്ത് അളിഞ്ഞു പോയ 2 പഴമുണ്ട്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. പഴം ഇതിലേക്ക് പൊളിച്ചിടുകയാണേ. ഇത് കണ്ടില്ലേ എന്തോരം പഴുത്തിട്ടുണ്ട്. ഒന്നര കപ്പ് പഴമാണ് എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നിങ്ങൾക്ക് മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉടയ്ക്കാം. ഞാനിങ്ങനെ ഫോർക്ക് വെച്ച് തന്നെ ഉടയ്ക്കുക. അപ്പോൾ അത് മാഷ് ചെയ്ത് കഴിഞ്ഞു. ഈ മാഷ് ചെയ്ത പഴത്തിലോട്ട് 2 മുട്ടയാണ്, അത് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇനി വിസ്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ ഒഴിക്കാമേ. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിന് ഞാൻ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. 1/2 കപ്പ് മൈദ, 1/2 കപ്പ് ഷുഗർ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സോൾട്ട് 1/2 ടീസ്പൂൺ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്പൈസസ് ഇടാം. ഇത് ഞാൻ സിനമൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ സിനമണിൻ്റെ പൗഡർ കൂടി ഇട്ടു. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്തതിലേക്ക് പഴം മിക്സർ ഒഴിക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ബാറ്റർ റെഡിയായി. ഇതൊരിക്കലും ഓവർ മിക്സ് ചെയ്യരുത്. എല്ലാം ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഓവർ മിക്സ് ചെയ്താൽ എന്താ കുഴപ്പം വെച്ചാൽ മഫിൻസ് ച്യൂവി ആയിപ്പോവും, ഡെൻസ് ആയിപ്പോവും, ച്യൂവി ആയിപ്പോവും. സോഫ്റ്റ് ഫ്ലഫി ആവേണ്ടതിന് പകരം കട്ടിയായിരിക്കും, റബ്ബർ പോലിരിക്കും. ഓക്കെ, സോ മിക്സ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം മാവെല്ലാം പഴം മിക്സ്ചറിലോട്ട് ആയിന്ന് മിക്സ്ചർ ചെയ്താൽ മതി. ഇനി ഇത് മഫിൻ കപ്സിൽ അല്ലെങ്കിൽ മോൾഡിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 18 മിനിറ്റ്സ് ആണ് വെക്കാൻ പോകുന്നത്. ഐസ്ക്രീം സ്കൂപ്പറും കൊണ്ടാണ് ഞാൻ കോരി ഒഴിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്യാൻ പോവാണ്. 18 മിനിറ്റ്സ് വെക്കും. അതിനിടയ്ക്ക് ഞാൻ 15 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് കുത്തി നോക്കും. മഫിൻസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ 18 മിനിറ്റ് പറഞ്ഞെങ്കിലും 18 മിനിറ്റിലായില്ലായിരുന്നു. പിന്നെ ഞാൻ 25 മിനിറ്റ് വെച്ചു. 25 മിനിറ്റിലാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ മഫിൻസ് കണ്ടോ, ഒരുപാട് സോഫ്റ്റാണ്. ഇത് സിമ്പിൾ റെസിപ്പി അല്ലേ, കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് കൊടുക്കാവുന്നുണ്ടെങ്കിൽ കൊച്ചു പിള്ളേർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണിത്. കുറച്ച് കാണിക്കാം. ഭയങ്കര സോഫ്റ്റായത് കണ്ടോ. അത് ഒത്തിരി കുഴച്ച് മറിക്കരുത്. അങ്ങനെ മറിക്കാതിരുന്നാൽ ഇങ്ങനെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളത് കിട്ടും. കഴിച്ച് നോക്കട്ടെ. ശരിക്കും കഴിച്ച് നോക്കാനൊന്നുമില്ല, ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഇനിയും പഴുത്ത പഴം വീട്ടിലിരിക്കുകയാണെങ്കിൽ കളയണ്ട, മഫിൻസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് അധിക ദിവസം ഇരിക്കത്തില്ല, കാര്യം എല്ലാവരും കഴിക്കും, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം. 4 മണിക്ക് ചായയുടെ കൂടെ അല്ലെ 10 മണിക്ക് ചായ കുടിക്കുമ്പോഴൊക്കെ വേണം കഴിക്കാം. ജോലിക്ക് കൊണ്ടുപോകാൻ നല്ലതല്ലേ, അപ്പോൾ കൊണ്ടുപോയി കഴിക്കാൻ നല്ലതാണ്. പഴത്തിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. പഴമല്ലേ, പഴം കൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ, നല്ലതായിട്ട് വരുന്നുണ്ട് ഫ്ലേവർ. മധുരം ഒക്കെ കറക്റ്റിന് പാകത്തിനുള്ള. ഞാൻ ഒത്തിരി മധുരം കഴിക്കുന്ന ഒരാളല്ല. അപ്പം ഇതെല്ലാം ആ പാകത്തിനുള്ള മധുരമാണ്. ഇത് തന്നെ ഇങ്ങനെ എക്സാക്ട്ലി ഫോളോ ചെയ്താൽ മതി, സോഫ്റ്റ് മഫിൻ ഉണ്ടാക്കാൻ പറ്റും. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. Till then, bye.